ജൂലൈ 25 വെള്ളിയാഴ്ച രാത്രി ഈ കാണുന്ന പോസ്റ്റ് ഉൾപ്പെടെ 5ഓളം പോസ്റ്റുകളാണ് ഒട്ടകത്തലമേട്ടിൽ കനത്ത മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് ഇവിടെ 5ഓളം പോസ്റ്റുകൾ നിലം പതിച്ചത്. അന്ന് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് പോസ്റ്റുകൾ മറിഞ്ഞു വീണത്. അപ്പോൾ തന്നെ KSCBയുടെ AE ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടു. അടുത്ത ദിവസം തന്നെ അതിരാവിലെ തന്നെ അവർ KSCBയിലെ ഉദ്യോഗസ്ഥരും അവരുടെ പണിക്കാരും എത്തി. നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ ആ പോസ്റ്റുകൾ നിലനിർത്തി അത് വലിച്ചു കെട്ടിക്കൊണ്ട് 2 പോസ്റ്റുകൾ പുതിയതായി കൊണ്ടുവന്ന് അന്നേരം തന്നെ ആ പ്രവൃത്തികൾ പൂർത്തിയാക്കി. 20ഓളം കുടുംബങ്ങൾ പോലെ റിസോർട്ട് അടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒട്ടകത്തലമേട്ടി ഭാഗത്ത്. ആ കുടുംബങ്ങൾക്കെല്ലാം കൃത്യസമയത്ത് തന്നെ വൈദ്യുതി എത്തിച്ചു നൽകുന്നതിന് KSCB അധികൃതർ ശ്രദ്ധിച്ചു. ഇവിടുത്തെ പോസ്റ്റുകളൊക്കെ തന്നെ കാലപ്പഴക്കം ചെന്നതാണെന്നും അപകടം നിറഞ്ഞതാണെന്നും കാണിച്ചുകൊണ്ട് പ്രദേശവാസികൾ നിരവധി തവണയാണ് പരാതികൾ നൽകിയത്. പിന്നീട് എന്ത് സംഭവിച്ചു അതുകൂടെ നമുക്ക് നോക്കാം. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പഞ്ചായത്തിൻ്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ തിട്ടയിലായതാണ് എന്നൊക്കെ ആരോപിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പുതിയ AE വന്നതിന് ശേഷം ദിലീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ശ്രദ്ധയിൽ ആദ്യമായിട്ടാണ് ഇത് വിടുന്നത്, ഉടൻ തന്നെ അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തന്നെ ആ കനത്ത മഴയിലും കാറ്റിലുമാണ് ഈ പോസ്റ്റുകൾ നിലം പതിച്ചത്. അപ്പോൾ തന്നെ അവർ അതിനുള്ള നടപടികൾ സ്വീകരിച്ച് പോസ്റ്റ് മാറി വൈദ്യുതി എത്തിക്കുന്നുള്ള നടപടി സ്വീകരിച്ചു. ഒട്ടകത്തലമേട്ടിലേത് ഒരു ഉദാഹരണം മാത്രം. കൃത്യമായ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നത്. ഇനി നമുക്ക് KSCBക്ക് പറയാനുള്ളത് കൂടെ കേൾക്കാം. ഒന്നിച്ച് ഈ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളുടെ പിടിയിൽ നിൽക്കാതെ പോകുന്നത്. ഈ മേഖലയിലെ പണിക്കാർ തന്നെ വളരെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി എനിക്ക് തന്നെ വരാറുണ്ട്. ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പരാതി. അപ്പോൾ ഫോൺ മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരിക്കലും സംഭവിക്കുന്ന കാര്യമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായി അന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് വിളിക്കുകയാണ്. നമുക്ക് 2 ഫോണുണ്ട്, 2 ഫോണും ചെവിയിൽ മാറി മാറി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അവരുടെ പേഴ്സണൽ ഫോണിൽ നമ്മുടെ ഫീൽഡിൽ പോയിരിക്കുന്ന സ്റ്റാഫ് അവരെ വിളിച്ച് ഞങ്ങൾ ഇന്ന ഭാഗം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇന്ന ഭാഗങ്ങൾ അതും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗ കോളുകളെല്ലാം ഒരേ സമയം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെയും ക്ഷമ കിട്ടും. എനിക്കൊരു അഭ്യർത്ഥന, ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കാതെ പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകുക. കൂടുതൽ സമ്മർദ്ദം നേരിടുമ്പോൾ നമുക്ക് ജോലിയിൽ വീണ്ടും നമുക്ക് കാലതാമസം നേരിടുകയുള്ളൂ. കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായി ഞങ്ങളോട് സഹകരിച്ച് പോയാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സഹായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമുക്ക് ചെയ്യാവുന്നത് അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നത് മാത്രമാണ്. അതിനായി അധികൃതർ വേണ്ടതെല്ലാം ചെയ്തേ തീരൂ. ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.